ഗായ്സ്, നമ്മൾ ബിന്ദേച്ചീൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ഇരുമ്പമ്പുളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇരുമ്പമ്പുളി എന്നാണ് പറയുക. പല നാട്ടിലും പലതാന്ന് തോന്നുന്നു പറയുന്നത്. ഓർക്കാപ്പുളി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കിത് അച്ചാറിടാം കേട്ടോ. എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്കൊന്ന് അച്ചാറിട്ടോ. ചേച്ചി ഇത് പറിച്ചു തന്നത് കൊലയോടെയാണ്, അതുകൊണ്ട് തന്നെ ഫ്രഷ് സാധനമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തത്. ഇനി ഇതിൽ ഉപ്പ് തേച്ചിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. ഉപ്പൊക്കെ തേച്ചിട്ട് ഉണക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റേ ഉള്ളൂ സാധനം. തുടങ്ങിയാലോ? അങ്ങനെ നമ്മൾ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, വേപ്പില, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മളെ പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഉപ്പിട്ടിട്ടാണ് നമ്മളിത് ഉണക്കിയത്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മതി കേട്ടോ. ഒന്നാമത് നമ്മൾ അച്ചാർ ഇവിടെ സെറ്റായി, ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ടുണ്ട് കേട്ടോ. പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് തണുത്തിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളെ അച്ചാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.